ഒരു രസകരമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ശോഭ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ശോഭേനെ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ വളിത്താത്ത ശോഭ എന്തോ പറഞ്ഞു, ആരെയോ എന്തോ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് കേസ് കൊടുത്തത് നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ? അതിൻ്റെ ബാക്കിയാണ് കേട്ടത്. ആരെയോ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞതേ പറയിപ്പിച്ചതാണ് കേട്ടോ. പറ എന്നും പറഞ്ഞുകൊണ്ട് പറയിപ്പിച്ചതാണ്. കണ്ണു കുത്തിപ്പൊട്ടിക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? അപ്പം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ശോഭ വിളിച്ച വിളിയല്ലേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. പ്രിയയ്ക്ക് പകരം ഞാൻ വരണമെന്നും ചോദിച്ചിട്ട് ശോഭ വിളിച്ച വിളി മാത്രമേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. ബാക്കിയൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. എന്തേ പോസ്റ്റ് ചെയ്യാത്തു? ഈ ഒന്നിനും കൊള്ളൂല്ലാത്ത ചാവാലിപ്പട്ടികളൊക്കെയാണോ ഉണ്ടയായിട്ട് വെച്ചിരിക്കുന്നത്? വല്ലാത്ത ജാതി. ഉണ്ടേനൊക്കെ തീറ്റിപ്പോറ്റുന്ന നിന്റെ ഗതികേടേ. പെണ്ണുങ്ങൾ വരെ ഇട്ട് ആട്ടുക അവനെ. അങ്ങോട്ട് ചെന്ന് വെറുതെ ആട്ട് മേടിക്കുക, അല്ലാണ്ട് അവനെ കൊണ്ട് ഒരു ഗുണമില്ല. ഇങ്ങനത്തെ ഒരാളെ ആണോടി നീ കൊണ്ടെടുക്കുന്നത്? നാണോ മാനോ ഉളുപ്പുണ്ടോടി ലെവലേശം നിനക്ക്? അതറിയാൻ വയ്യാണ്ട് ചോദിക്കുക. ഒരു ഗുണ്ടാന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഒരു ചെയ്ത് പരിചയമുള്ള അല്ലെങ്കിൽ ഒരു മിടുക്കുള്ള ഒരാളെ കൊണ്ടെടുക്കുന്നതല്ലേടി നല്ലത്. എന്തിനാടി ആളുകളുടെ കയ്യിൽ നിന്ന് ഇമാതിരൊക്കെ ഏൽപ്പിക്കണത്? മറ്റുള്ളവരെ തെറി വിളിപ്പിക്കാനായാലും എന്തായാലും കൂടെ കൊണ്ടെടുക്കുമ്പോൾ ആണൊരുത്തനെ കൊണ്ടെടുക്കണം. മനസ്സിലായോ? നിനക്ക് എത്ര ഗതികേടാണോ? ശമ്പളം കൊടുക്കാൻ പൈസ തികയുന്നില്ലേ ഇപ്പോൾ? അപ്പം നമ്മുടെ ശോഭ വിളിച്ചത് മാത്രമേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. പ്രിയയ്ക്ക് വരെ ഞാൻ വന്നാൽ മതിയോ എന്ന് ചോദിച്ചതിന് പിന്നെ കേൾക്കുന്നത് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്ന ഒരു ശബ്ദരേഖയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ശോഭ ഒന്ന് വിളിച്ചു പോയി. ഉണ്ട വിളിച്ചു ഭീഷണി. ശോഭനെ വിളിച്ചിട്ട് എന്താണ് പറഞ്ഞതെന്ന് എല്ലാവർക്കും കേൾക്കണ്ടേ? നിങ്ങളാരും കേട്ടിട്ടില്ലല്ലോ അല്ലേ? ഇതൊന്നും അവൾ പോസ്റ്റ് ചെയ്യൂല. ഇതൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യണം, എന്നാലേ പറ്റുള്ളൂ. കേൾപ്പിച്ചുതരാം. ഇത് കാണാൻ പറ്റൂലല്ലേ? കേട്ടോണേ. ഇനി വേറെ എവിടെയും വന്നെത്തൂലേ? അപ്പൊ തായോളി നായിന്റെ മോളെ നിനക്ക് ഞാൻ അയച്ചതാ ലൊക്കേഷൻ കേട്ടോ. ഇനി പറഞ്ഞാല് കേസിനും കാര്യത്തിനും ഞാൻ പോലെ അനക്ക് വേണമെങ്കിൽ ഇനി റെക്കോർഡ് ചെയ്തിട്ട് കേസാക്കിട്ടോ. ഓക്കെ, അപ്പൊ നാട്ടിലെത്തിയിട്ട് ഞാൻ ലൊക്കേഷൻ അയച്ചു കേട്ടോ. തായോളിക്കുണ്ടായ തള്ളേ, തായോളിക്കുണ്ടായ തള്ള നിന്റെ തന്തയും തള്ളേ, പിന്നെ നിന്റെ കൂടെ കിടക്കുന്ന ജസ്നെ. അതെന്തായാലും തായോളിക്കുണ്ടായതാണല്ലോ, അല്ലാതെ ഉണ്ടാവാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഒരു രണ്ട് ജന്തുക്കൾ ഉണ്ടാവത്തില്ലല്ലോ. ആ ഡാഷ് മക്കള് തായോളിക്കല്ലാതെ ഉണ്ടാവത്തില്ലല്ലോ. അങ്ങനത്തെയാണല്ലോ നീ കാണിച്ചു വെക്കുന്നത്. നീയും ആ മയിരിനുണ്ടായവനെ, നീ നേരിട്ട് ഇവിടെ വാതി, എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാം. തൻ്റെ ഇടം ഉണ്ടെങ്കിൽ എന്തായാലും നീ ശബരിമല പോയേക്കുമല്ലേ? അതെൻ്റെ ജില്ല തന്നെ, അവിടെ നിന്നല്ല നീ വരുന്നത്. നീ ഇങ്ങോട്ട് വാടാ. തൻ്റെ ഇടം ഉണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് വാടാ. വന്നിട്ട് നീ എന്താന്ന് വെച്ചാൽ കിടന്ന കൊണയ്ക്ക് കേട്ടോടാ. കൈ പിടിച്ച് മോനെ. ഒരു മെസ്സേജ് അയച്ചു, അത് ഡിലീറ്റഡ് ആണ്. കണ്ടല്ല? ഉള്ളപ്പോൾ തള്ളേനെ പേടിക്കോ? നിങ്ങൾക്ക് എന്ത് തള്ളയല്ലേ? നിനക്ക് എന്ത് പേടിക്കാനാ? If you want to speak it to me, then speak in English. You prefer man? എന്താ ഓളെ വിളിച്ച തെറി എന്താ എനിക്ക് വിളിക്കാൻ അറിയത്തില്ല. മനസ്സിലായോ? ഇല്ല, ഓള് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എനിക്കറിയാം. എന്നാലും ഞാൻ പറയാം, മറ്റേ തന്തയ്ക്കുണ്ടായോളാണ് വാടി. ഞാനാ ഏതോ വെടലും ബേസിക്കുണ്ടായ ഇനി ചരിക്കുക. You are the racist Arun Daskar, Mr. Rascal.
Bhaskar, you are the racist, woman racist, rapist. I know all details about you and your Jasna. Don't play with me, okay? Don't play with me. If you have guts to uh, meet me, then came to Pathanamthitta. First you came to Pathanamthitta, then I will came there in your location. Okay? എന്തായാലും തള്ളല്ലാണ്ടാവൂലല്ലോ. You don't have any tallas. You don't have any tallas. You don't have any mother. Because your culture is very poor. Speak to me in English, Mr. Arun Bhaskar. എന്താടാ നിന്റെ നാവിറങ്ങിപ്പോയോ ഇംഗ്ലീഷിൽ 10 വാചകം പറഞ്ഞപ്പോൾ? അവളുടെ മോനടുത്തനുണ്ടായിരുന്നല്ലോ, അവനോട് പറ. അവനോട് ചോദിച്ചിട്ട് പറയടാ എന്നൊക്കെ ആൻസർ. തൻ്റെ ഉണ്ടെങ്കിൽ പറയടാ ഡാഷ് മോനെ. ഇംഗ്ലീഷ് മീഡിയം മറ്റേ പാണ്ടിപ്പടയിൽ ദിലീപ് പറയില്ലേ, അതുപോലെ സെല്ലടാ ഇംഗ്ലീഷ് സൊല്ലടാ. ABCDEFGHIJKLMNPQ ഇംഗ്ലീഷ് സൊല്ലടാ. ഇതിനകത്തുനിന്ന് ഇംഗ്ലീഷിനെ കുറിച്ച് അടിക്കുമ്പോൾ ടാസ്കുകൾ പറഞ്ഞിട്ട് തത്ത അന്ന് ഉണ്ടാക്കി തത്ത കേട്ടോ. അവർക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ച് ചേലക്കാണ്ട് പോടിയാതി എന്റെ കൂടെ പ്ലേ ചെയ്തെങ്കിൽ എന്താക്കാനാ? ഈ കളിക്കാൻ താഴെയുള്ള ചങ്കൂറ്റുള്ള തന്തയ്ക്ക് ഉണ്ടായാണെങ്കിൽ വാടി നാട്ടിലേക്ക് വാടി. ഇതിനോട് ഉണക്കണോ ഭർത്താവ് പറയും. എടാ തായോളിക്കുണ്ടായ മോനെ, ഞാൻ അവിടെ വരും. നിനക്കും നിന്റെ ദൃഷ്ടിക്കും തൻ്റെ ഇടം ഉണ്ടെങ്കിൽ നീ ആ ലൊക്കേഷൻ ഇങ്ങോട്ട്. ഞാൻ വരും. അത് ഞാൻ ഉറപ്പിച്ച കേസ് തന്നെ. ഞാൻ വരും. പക്ഷെ വന്നു കഴിഞ്ഞാൽ നീ ഇത്രയും നാൾ കണ്ട പെണ്ണുങ്ങളെ പോലല്ല. നീ ജസ്നയെ കണ്ടിട്ടുണ്ട്, ബാക്കി പലരെയും കണ്ടിട്ടുണ്ട്. അതുപോലുള്ള ഒരുത്തിയല്ല ഞാൻ. എൻ്റെ അടുത്ത് കൊണ പറഞ്ഞുകൊണ്ട് വരുന്നത് സൂക്ഷിച്ചും കണ്ടും വേണം. ഇല്ലെങ്കിൽ നീയൊക്കെ ശരിക്കും അറിയും. നല്ലതുപോലെ ഞാൻ അറിയിക്കും. അത് നീ സുഖത്തിൻ്റെ വേദന മാത്രമല്ലേ മോനെ നീ അറിഞ്ഞിട്ടുള്ളൂ. അല്ലാതുള്ള വേദനയുണ്ട്, അത് ഞാൻ അറിയിക്കുവാടാ. ഏത് രീതിയിലായിരിക്കുമെന്ന് നിനക്കൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. കേസൊന്നും ആയിരിക്കത്തില്ല. അല്ലാതെ തന്നെ ഞാനങ്ങ് അറിയിച്ചു തരാം. എന്താടാ തൻ്റെ ഇടം ഉണ്ടെങ്കിൽ നീ ലൊക്കേഷൻ ഇട്ടതാടാ. ഒറ്റ തണ്ടയ്ക്ക് പറഞ്ഞതാണെങ്കിൽ നീ ഇട്ടതാടാ. ഞാൻ വരാവടാ. ഇത്രയും റിയാക്ഷൻ വീഡിയോസ് ഞാൻ അവളെ കുറിച്ച് ഇതെല്ലാം ചെയ്തിരിക്കുന്നു. എന്നിട്ട് പോലും കുരയ്ക്കാത്ത പട്ടിയെ ഇപ്പൊ വന്ന് കുരയ്ക്കുന്നത്. ഓ എന്താ ഒരിത്. തൻ്റെ ഇടം ഉണ്ടെങ്കിൽ എൻ്റെ പ്രൊഫൈലും കൂടെ വെച്ചിട്ട് നീയും അവളും കൂടെ ഒരു വീഡിയോ അങ്ങ് ചെയ്യും കേട്ടോ. ഇത്രയാണ് നമുക്ക് കിട്ടിയ വോയിസ്. പാണ്ടിപ്പടയിൽ മറ്റേ പ്രകാശ് രാജിൻ്റെ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ABCD ഇംഗ്ലീഷ് ഡാ സൊല്ലടാ. തോറ്റു. കേട്ടല്ലോ അവള് പറഞ്ഞതൊക്കെ. 2 ഇംഗ്ലീഷെങ്കിലും നിനക്ക് തിരിച്ചു പറയായിരുന്നില്ലേടാ. അപ്പൊ ശോഭേനെ ഒതുക്കാൻ ഒരു ഗുണ്ടേനെ വിട്ടിരുന്നു. ആ ഗുണ്ട ശോഭേനെ വിളിച്ച വോയിസാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. അപ്പൊ ഉണ്ട വിളിക്കുന്ന വോയിസ് ഒന്നും പുറത്തിട്ടിട്ടില്ല. ഒരാളുടെ വോയിസ് മാത്രം പുറത്തിട്ടാ പോരല്ലോ. മറ്റാൾ അങ്ങോട്ട് വിളിച്ച ഉണ്ടാപ്പണി ഏറ്റെടുത്തിട്ട് വിളിച്ചില്ലേ, ആ വോയിസും കൂടി പുറത്തിടണമായിരുന്നു. അപ്പൊ നീ അത് പുറത്തിടാത്തത് കൊണ്ടാണ് ഞാനത് എടുത്ത് പുറത്തിട്ടത്. എന്തായാലും എല്ലാ ഭാഗവും ആൾക്കാർ കേൾക്കട്ടെ. ഒരു ഭാഗം മാത്രം കേട്ടാൽ പോരല്ലോ, അതിനൊരു മറുവശം കൂടി ഉണ്ടല്ലോ. ഒരു ഉണ്ട അവിടെ നിന്ന് വിളിച്ചിരുന്നു ഇങ്ങോട്ടേക്കല്ല പത്തനംതിട്ടയ്ക്ക്. അപ്പോൾ ആ വോയിസും കൂടി ജനങ്ങൾ കേട്ടിട്ട് ജനങ്ങൾ തീരുമാനിക്കട്ടെ. പിന്നെ ഈ ഉണ്ടേനെ കൊണ്ട് ഒന്നിനും കഴിവില്ല എന്നുള്ളത് നാട്ടുകാർക്ക് ബോധ്യമായിട്ടുള്ള കാര്യമാണ്. നീ ആൾക്കാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇതുപോലുള്ള കൊട്ടേഷനുകൾ കൊടുത്തിട്ട് ഓരോരുത്തരെ വിളിപ്പിക്കാതെ ഇരിക്കുക. തുമ്പീനെ കൊണ്ട് ഇങ്ങനെ കല്ലെടുപ്പിക്കണോ? പറ്റാവുന്ന കൊട്ടേഷൻ കൊടുത്താൽ പോരെ. അവനെ കൊണ്ട് ഈ പണിക്ക് കൊള്ളത്തില്ല. നീ ഇവനെ മാറ്റിയിട്ട് നീ വേറൊരുത്തനെ വെക്കി.
നല്ല പണി അറിയാവുന്ന അന്തസ്സോടുകൂടി പണികൾ ഏൽപ്പിച്ച പണികൾ ചെയ്യുന്ന ആളുകളെ വെക്കുന്നതായിരിക്കും നല്ലത്.